ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അച്ചാറാക്കിയാലോ. അപ്പോൾ എന്നും 4 മണി പലഹാരം അതും ഇതൊക്കെ അല്ല, അപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടത് ഞാൻ ഉണ്ടാക്കുന്നത് കർമൂസേൻ്റെ അച്ചാറാണ്. അപ്പോൾ ഒരു കർമൂസ, കുറച്ച് കാന്താരി മുളക്, പിന്നെ സാദാ കടുക് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചു ചട്ടിയിൽ കർമൂസ അല്ല, പിന്നെ നമ്മൾ വെളുത്തുള്ളി നല്ല ഇടണം കേട്ടോ. വെളുത്തുള്ളി അതിലിട്ടിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. നല്ല രസമാണ്. ഇത് കർമൂസയെന്ന് അറിയും കൂടിയില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയോ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കർമൂസ അച്ചാർ ഇട്ടൊരു ആരാണെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കണേ. കർമൂസയാ തോന്നൂല നമുക്ക്. നല്ല രസം. കർമൂസ, പപ്പായ അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ കർമൂസ എന്ന് പറയാം. അപ്പോൾ ഇതാ വെളുത്തുള്ളി നല്ല ഇതിങ്ങനെ മൂത്ത് വന്നിട്ട് ഞാൻ അച്ചാർ പൊടിയാട്ടോ ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന് അച്ചാർ പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അധികം പരിപാടികളൊന്നുമില്ല. ഒന്ന് അരിയേണ്ടി ഉള്ളിയും തൊലിക്കേണ്ടി സമയമുള്ളൂ. സമയം കൊണ്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം. കുറേ ദിവസത്തിന് കഞ്ഞിക്ക് കൂട്ടാനും ഒക്കെ ഒരച്ചാറുമായി. ഇതാ പൊടിയൊന്ന് നന്നായിട്ട് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസം ഇരുന്നാലും കേടാവില്ലല്ലോ. നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൊടിയും പിന്നെ ഉള്ളി അതൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് മക്കളെ. അപ്പോൾ അതിലേക്ക് ഞാൻ സുർക്കയാണ് ഊറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പിടുക. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ വല്ലാണ്ട് ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല. ഞാനിങ്ങനെ ആണ് ഉണ്ടാക്കുക. പക്ഷെ അത് നല്ല രസം. അതെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഉണ്ടാക്കിയാൽ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. തീരുമ്പോക്കിന് പിന്നെ വേറെ ഉണ്ടാക്കും. അങ്ങനെ അത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇനി നമുക്ക് പച്ചമുളക്, കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് കഴുകി വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ അപ്പോൾ അതായിരിക്കും ഒന്നിട്ടിട്ട് പിന്നെ നമുക്ക് കർമൂസ ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വരുന്നുണ്ട്. കർമൂസ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് കർമൂസ ഒന്ന് ചെറുതായിട്ട് വാടുന്നവരെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ. നല്ലോണം വേവണ്ട, ചെറുതായിട്ടൊന്ന്. പിന്നെ നമുക്ക് ഇതിങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ തന്നെ ആയിക്കോളും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ സംഭവമാണ്. കർമൂസയാണെന്ന് അറിയൂല. അപ്പോൾ ഏകദേശം നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.